ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നൗൺ എന്താണെന്ന് പഠിച്ചു, പ്രൊനൗൺ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ജക്റ്റ്, വെർബ് ആൻഡ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇത് മൂന്നുമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് നമുക്ക് സബ്ജക്റ്റ് എന്താണെന്ന് പഠിക്കാം. സന ഈസ് കട്ടിങ് ദ വെജിറ്റബിൾ. ആരാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്? അയാളെ പറയുന്ന പേരാണ് സബ്ജക്റ്റ്. പ്രിയ ഈസ് എ സ്റ്റുഡൻറ്റ്. ആരാണ് ഇവിടെ സ്റ്റുഡൻറ്റ്? പ്രിയ. അപ്പോൾ പ്രിയയാണ് ഇവിടെ സബ്ജക്റ്റ്. അപ്പോൾ ആരാണ് ഇത് ചെയ്യുന്നത്? അവരെ പേരാണ് സബ്ജക്റ്റ്. ദ കാറ്റ് ഈസ് ഡ്രിങ്കിങ് മിൽക്ക്. ഇവിടെ എന്താണ് ഡ്രിങ്ക് ചെയ്യുന്നത്? കാറ്റ്. അപ്പോൾ അതാണ് സബ്ജക്റ്റ്. ദ കാറ്റ് ഈസ് വെരി ബിഗ്. അപ്പോൾ കാറ്റാണ് സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് മനസ്സിലായല്ലോ. നമ്മൾ ആരെ പറ്റിയാണോ പറയുന്നത് അതാണ് സബ്ജക്റ്റ്. അപ്പോൾ ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യുന്ന ആക്ഷനാണ് വെർബ്. അപ്പോൾ ഈ കട്ടിങ് എന്നത് ഒരു ആക്ഷനാണ്, അതിന് പറയുന്ന പേരാണ് ഇവിടെ വെർബ്. അത് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് നമുക്ക് ഇതെല്ലാം ആക്ഷനാണ്. ഡ്രിങ്കിങ്, കട്ടിങ്, വാഷിങ് ഇതൊക്കെ വരും. അപ്പോൾ അത് നമുക്ക് ക്ലാസ് പിന്നെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തതാണ് വെർബ്. വെർബ് പറഞ്ഞാൽ ആക്ഷൻ വേർഡ്. ഇപ്പോൾ നമ്മൾ പഠിച്ചല്ലോ, അവിടെ തന്നെ ആക്ഷൻ എന്ന് എഴുതിയിരിക്കണം. അപ്പോൾ വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ. വെർബ് 3 വിധമുണ്ട്. പ്രസൻറ്റ് വെർബ്, പാസ്റ്റ് വെർബ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബ്. അപ്പോൾ V1 വെർബ്, V2 വെർബ്, V3 വെർബ്. ഇത് ഇങ്ങനെ 3 ഉള്ളത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ പറയുമ്പോൾ V1 വെർബ്, V2 വെർബ്, V3 വെർബ് അങ്ങനെയാണ് പറയൽ. അപ്പോൾ V1 വെർബ് ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു 5 വെർബ് വെച്ച് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ ഇത് മാത്രം ഞാൻ ഒരു എക്സാമ്പിളിന് എഴുതിയതാണ്. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. കാൾ, കാൾഡ്, കാൾഡ്. അപ്പോൾ ഇങ്ങനെയുള്ള വെർബുകൾ നമ്മൾ പഠിച്ചു വെച്ചാൽ മാത്രമേ അടുത്ത നമുക്ക് സെൻറ്റൻസ് നമുക്ക് പാസ്റ്റിലും ഫ്യൂച്ചറിലും ഒക്കെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റ് എന്താ, വെർബ് എന്താ, ഒബ്ജക്റ്റ് എന്താന്ന് മാത്രം നമുക്ക് പഠിക്കാം. അടുത്തത് നമുക്ക് ഒബ്ജക്റ്റ് എന്താന്ന് പഠിക്കാം. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിയ ഈസ് എ കട്ടിങ് ദ വെജിറ്റബിൾ. പ്രിയ എന്നത് സബ്ജക്റ്റ്, നമ്മൾ നേരത്തെ പഠിച്ചു. ആക്ഷൻ പറയുന്നത് പ്രിയ എന്താണോ ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നതാണ് ആക്ഷൻ. കട്ട് ചെയ്യുന്ന തിങ്സ് എന്നല്ല. ഇപ്പോൾ പ്രിയ എന്താണ് കട്ട് ചെയ്യുന്നത്? വെജിറ്റബിൾ. അതാണ് ഒബ്ജക്റ്റ്. ദ എലിഫൻറ്റ് ഈസ് ഡാമേജിങ് ദ ഹൗസ്. അപ്പോൾ ദ എലിഫൻ്റ് ആണ് സബ്ജക്റ്റ്. ഡാമേജ് എന്ന് പറയുന്നത് ഒരു വെർബാണ്. ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ, വെർബ് ഒക്കെ ഒന്നാണ് കേട്ടോ. അപ്പോൾ വെർബ്. അപ്പോൾ ഡാമേജ് എന്താണ് ചെയ്യുന്നത്? ഹൗസ്. അപ്പോൾ അതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ചു, ആക്ഷൻ എന്ന് പറഞ്ഞാൽ വെർബ് എന്താണെന്ന് പഠിച്ചു, ഒബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇത് മൂന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് പഠിച്ചാൽ, ഇതും ഇന്നലെ പഠിച്ചതും ഒക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത സെൻറ്റൻസ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ സബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ചു, ഒബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ചു, വെർബ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇത് മൂന്നും നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. മനപ്പാടൊന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വെർബ് എത്ര വിധമുണ്ട്, അത് എന്തൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ